ഇത്തവണയും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വി ഹാവ് കം ബാക്ക്. കപ്പൂർ പഞ്ചായത്തിലെ അമേത്തിക്കരയിൽ 38-ാം ബൂത്തിൽ BJPക്ക് ഒറ്റൊരു വോട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അവിടെ ബൽറാം വലിയ രീതിയിൽ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ BJP ആയിട്ടൊരു ഡീൽ ഉണ്ടെന്നുള്ളൊരു ഒരിക്കലും കേരളത്തിൽ എന്നെ അറിയാവുന്ന UDF-ന് അറിയാവുന്ന ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ അത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു കാരണവശാലും നമ്മൾ ചില ഐഡിയോളജിയോടുള്ള ഡിഫറൻസ് ആണല്ലോ. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഞാൻ വെച്ച് പുലർത്തിയിട്ടുള്ളത് ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിയോജിപ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ BJPയുമായിട്ടോ SDPIയുമായിട്ടോ PDPയുമായിട്ടോ ഒരു കൂട്ടുകെട്ടുമില്ലാതെ ആധികാരികമായിട്ടുള്ളൊരു വിജയം UDF-ന് തൃത്താലയിലും കേരളത്തിലും നേടാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം LDF സ്ഥാനാർത്ഥി SDPI സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്. PDP പരസ്യമായി LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുകയും ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. RSSൻ്റെ വോട്ടും സ്വാഭാവികമായി കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണ അവർക്ക് തന്നെയാണ് പോയിട്ടുണ്ടാവാൻ സാധ്യത. ഞാൻ പക്ഷേ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു, അത്തരത്തിലുള്ള ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് തൃത്താലയിൽ UDF-ന് ഇത്തവണ സാധിക്കും. അത് ജനങ്ങളിലുള്ള വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ നാടിനോടുള്ള എൻ്റെ നിസ്സീമമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് ഈ ഇലക്ഷൻ മാത്രമല്ല, ഇതുപോലെയുള്ള ഇലക്ഷൻ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നപ്പോഴൊക്കെ ഓരോ അവസരത്തിലും മുന്നോട്ട് വെച്ച കൃത്യമായിട്ടുള്ള ചില കാൽക്കുലേഷൻസ് ഉണ്ട്. അദ്ദേഹം വെറുവാക്ക് പറയാറില്ല. അത് അനുഭവങ്ങളോട് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അത് ശരിവെക്കുന്ന വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് അച്ചട്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 100 കുറയാത്ത സീറ്റുമായി UDF അധികാരത്തിൽ വരും. അതിൽ തൃത്താലയെ ഉണ്ടാവും എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു. അത് അതേ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു സോ മച്ച്.